എല്ലാവർക്കും നമസ്കാരം. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ എക്കണോമിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് എക്കണോമിക്സിന് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. നമുക്കറിയാം, മാത്തമെറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ചിട്ട് എക്കണോമിക്സിന്റെ ബേസ് ഇല്ലാത്ത ആൾക്കാർക്ക് കൂടി എക്കണോമിക്സിന്റെ ബേസ് ഉണ്ടാവണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എക്കണോമിക്സിന്റെ ബേസ് ഉണ്ടാവണം എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനമാക്കി നമ്മൾ ക്രമീകരിച്ച ക്ലാസ് ആണ് ബേസ് ക്ലാസ്. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ ഇക്കണോമിക്സ്. ഞാൻ നേരത്തെ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു. 5 മൊഡ്യൂളാണ് നിങ്ങൾക്കുള്ളത് പഴയ സിലബസ് പ്രകാരം. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ കൺസ്യൂമർ ബിഹേവിയർ എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പകുതി ഭാഗം ഇന്ന് നമ്മൾ പഠിക്കണം. ബാക്കി പകുതി ഭാഗം അടുത്ത 1-2 ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ആകെ 3 ക്ലാസ് ആണ് കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്ലാസ് ഇന്ന്, തുടർന്ന് 2 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ കൺസ്യൂമർ ബിഹേവിയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് മൈക്രോ എക്കണോമിക്സിൽ നിന്ന് 4 മാർക്കിനാണ് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ അതിൽ 2 മാർക്ക് വരെ നമുക്ക് ഈ ഒരു ഭാഗത്തിൽ നിന്ന് കിട്ടാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് തികച്ചും ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, ആ രീതിക്കുള്ള ക്ലാസ്സാണ് നമ്മൾ തന്നു പോകുന്നത്. അപ്പൊ ക്ലാസ്സിനോടൊപ്പം സാർ തരുന്ന ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് വേണം ഈ ക്ലാസ്സിനെ നിങ്ങൾ സമീപിക്കുകയാണ്. അതായത് ക്ലാസ് മാത്രമല്ല, ക്ലാസ്സിനോടൊപ്പം ക്വസ്റ്റ്യൻസ്, മാക്സിമം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ കരുതുന്നത്, ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു, ക്വസ്റ്റ്യൻസ് ഞാൻ തയ്യാറാക്കിയിട്ടില്ല, കാരണം അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇനിയുള്ള 3 ക്ലാസ് അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ക്വസ്റ്റ്യൻസ് തരും. മനസ്സിലായോ? അപ്പോൾ ആ മാക്സിമം ഈ ഒരു ടോപ്പിക്കിൽ 50ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആകെ 4 ക്ലാസ്സിൽ നിന്നായിട്ട്. മനസ്സിലായോ? അപ്പൊ ഇത് 2ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, ശരി. അപ്പോ കൺസ്യൂമർ ബിഹേവിയർ, അപ്പൊ നമ്മൾ എക്കണോമിക്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ച ആശയമാണ്. എക്കണോമിക്സ് is a social science. It consists of theories and principles which govern the economy and its various components. അപ്പോ എക്കോണമി എന്താണെന്ന് മനസ്സിലാക്കി, എക്കോണമിയിലെ വേരിയസ് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. എക്കോണമിയിലെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ്: 1 കൺസ്യൂമർ, 2 പ്രൊഡ്യൂസർ, 3 ഗവൺമെന്റ്, 4 എക്സ്റ്റേണൽ സെക്ടർ. അപ്പൊ അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂമറുടെ ബിഹേവിയറെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്, ആരാണ് കൺസ്യൂമർ? കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ കൺസംഷൻ നടത്തുന്ന ആളിനെ ആണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. മനസ്സിലായോ? കൺസംഷൻ നടത്തുന്ന ആൾ. അപ്പൊ എന്താണ് കൺസംഷൻ? അതും കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു, മനസ്സിലാക്കി. എന്താണ്? ദ യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബൈയിങ് മാത്രമല്ല, വാങ്ങൽ മാത്രമല്ല, പിന്നെയോ വാങ്ങി ആ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പഠിപ്പിക്കുന്ന പേരാണ് കൺസംഷൻ. അപ്പോ ഈ കൺസംഷൻ നടത്തുന്ന ആളാണ് കൺസ്യൂമർ. ദ പേഴ്സൺ ഹു കൺസ്യൂം ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് കോൾഡ് കൺസംഷൻ. ക്ലിയർ ആണോ? അപ്പൊ ആരാണ് കൺസ്യൂമർ? ആരാണ്? കൺസംഷൻ നടത്തുന്ന ആളാണ് കൺസ്യൂമർ. അപ്പോഴെന്താണ് കൺസംഷൻ? എന്താ കൺസംഷൻ? The use of goods and services. Clear? The use of goods and services is called consumption. സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല, അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ കൺസ്യൂമറിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ഇടയായ സാഹചര്യം എന്താണ്? ബേസിക് കമ്പോണൻസിലെ ഒരു ഭാഗമാണ് കൺസംഷൻ. കൺസംഷൻ നടത്തുന്ന ആളാണ് കൺസ്യൂമർ. ക്ലിയർ? അപ്പോൾ കൺസ്യൂമർ എന്താണ്? നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് നോക്കാം, പരീക്ഷയ്ക്കൊന്നും ചോദിക്കില്ല. എ കൺസ്യൂമർ ഈസ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ദാറ്റ് പർച്ചേസ് ഗുഡ്സ് ഓർ സർവീസ് ഫോർ പേഴ്സണൽ യൂസ്.
ക്ലിയർ ആണോ? പേഴ്സണൽ യൂസിലേക്ക് ഗുഡ്സും സർവീസും പർച്ചേസ് ചെയ്യുന്ന, അല്ലെ, പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് ഏത്? കൺസ്യൂമർ. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് കൺസ്യൂമറുടെ ബിഹേവിയർ? നമ്മളൊക്കെ കൺസ്യൂമർ ആണ്, നമ്മളൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട് ഫോർ കൺസംഷൻ, അല്ലെ? അപ്പോൾ നമ്മുടെ ബിഹേവിയർ എന്തായിരിക്കും? അല്ലെ, നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കും? എന്തായിരിക്കും? ഒന്ന്, നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെ, കൺസ്യൂം ചെയ്യുന്ന, അതായിരിക്കും കുറച്ച് നല്ലതാണ്. കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ശരിയല്ലേ? അല്ലെങ്കിൽ മാക്സിമം. അപ്പൊ ഞാൻ ഒരു ആപ്പിൾ കഴിച്ചാൽ, ആപ്പിൾ വാങ്ങി അത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാർ അത് കഴിച്ചാൽ സാറിന് അതിൽ നിന്ന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇതാണ് എന്റെ ഒന്നാമത്തെ ലക്ഷ്യം. ശരിയാണോ? രണ്ട് രണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ കൺസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസ്യൂം ചെയ്യുക ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം പല വിലയ്ക്കുള്ള ആപ്പിളുകളുണ്ട്, അല്ലെ? പല വിലയ്ക്ക് കിലോഗ്രാം 300, 350, ദെൻ 200, ശരിയല്ലേ? ആ റേഞ്ചിലൊക്കെ ഉണ്ട്. 350, 400 രൂപ ആപ്പിളൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഒരു പക്ഷേ ഒരു കൺസ്യൂമർ കൊടുക്കാം. പക്ഷേ അവന്റെ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റിൽ നിന്നുകൊണ്ട്, അവന്റെ വരുമാനത്തിൽ നിന്നുകൊണ്ട് അവൻ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റിൽ നിന്ന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്യുക? കൺസ്യൂം ചെയ്യുക. ഒരു കൺസ്യൂമറിന്റെ പ്രധാനപ്പെട്ട എയിം ഒന്ന്, ടു മാക്സിമൈസ് ഹിസ് സാറ്റിസ്ഫാക്ഷൻ. മനസ്സിലായോ? രണ്ട്, ക്വാളിറ്റി പ്രോഡക്റ്റ്, അതും അവന് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഇവ എന്ത് ചെയ്യുക? അവൻ ചെലവാക്കുന്ന രൂപയ്ക്ക് അല്ലെങ്കിൽ പൈസയ്ക്ക് അല്ലെങ്കിൽ മണിക്ക് അതെന്ത് ചെയ്യണം? വാല്യൂ ഉള്ള പ്രോഡക്റ്റ് അവൻ അത് കൺസ്യൂം ചെയ്യണം. അത് അവന്റെ ഒരു എയിം, അല്ലെ? വാല്യൂ ഫോർ മണി ആയിരിക്കണം. അവൻ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റ് വാല്യൂ ഫോർ മണി ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ ഒരു കൺസ്യൂമറുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന്, ടു മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ. രണ്ട്, ടു വാല്യൂ ഫോർ മണി ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് പറയാം. അവരെന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യാം സർവീസ് എന്തിനു വേണ്ടി? പേഴ്സണൽ യൂസിന് വേണ്ടി. ക്ലിയർ ആണോ? സംശയമുണ്ടോ? എന്താണ് ഒരു കൺസ്യൂമറുടെ ബിഹേവിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the consumer behavior explores how individuals and groups make decision to purchase, use and dispose of goods and services. ക്ലിയർ ആണോ? എന്താണ് കൺസ്യൂമറുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ? എന്താണ് ഹൗ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് മേക്ക് ഡിസിഷൻ ടു പർച്ചേസ്, യൂസ് ആൻഡ് ഡിസ്പോസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. മനസ്സിലായോ? അപ്പൊ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുക, യൂസ് ചെയ്യുക, ദെൻ ഡിസ്പോസ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ അതിൽ അവൻ മേക്ക് ചെയ്യുന്ന ഡിസിഷൻസ്, മനസ്സിലായോ? എന്താണ്? അതാണ് ആ കൺസ്യൂമറുടെ ബിഹേവിയർ. ഇപ്പൊ ഡിപ്പെൻസ്, അത് കൺസ്യൂമർ ബിഹേവിയർ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഏത് പ്രോഡക്റ്റ് വാങ്ങണം, ഏത് പ്രോഡക്റ്റ് എത്രത്തോളം ഉപയോഗിക്കണം, എപ്പോൾ ഞാൻ അത് ഡിസ്പോസ് ചെയ്യണം, ഇത് വിൽ ഡിപ്പെൻസ് ഓൺലി ഓൺ മീ. മനസ്സിലായോ? എനിക്ക് ഞാൻ തീരുമാനിക്കും, ശരിയല്ലേ? അപ്പൊ അതുപോലെ ഞാൻ തീരുമാനിക്കും എന്നെ കുറിച്ചുള്ള, മീൻസ് എന്റെ കൺസ്യൂമർ ബിഹേവിയർ ഞാൻ ഡിറ്റർമിൻ ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരാളുടെ കൺസ്യൂമർ ബിഹേവിയർ അയാൾ എന്ത് ചെയ്യും? അയാൾ ഡെവലപ്പ് ചെയ്യും, അല്ലെ അത് അയാളുടെ മാത്രമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ശരിയല്ലേ? അപ്പോ ഏത് തന്നെ ആയിരുന്നാലും ഏതൊരു കൺസ്യൂമർ ആയാലും ശരി തന്നെ, അവന്റെ പ്രധാനപ്പെട്ട എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുക, രണ്ട്, അവൻ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റ് വാല്യൂ ഫോർ മണി ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ അവിടെ നമ്മൾ കണ്ടു കൺസ്യൂമറുടെ പ്രധാനപ്പെട്ട എയിം എന്താണെന്ന്. നമ്മൾ രണ്ട് എയിം നോക്കി. ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എയിം ചെയ്യണം. അവൻ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റിൽ നിന്നും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഈ സാറ്റിസ്ഫാക്ഷനെ എക്കണോമിക്സ് വിളിക്കുന്ന മറ്റൊരു പേരാണ് യൂട്ടിലിറ്റി. എന്താ വിളിക്കുക? യൂട്ടിലിറ്റി. അപ്പൊ എന്താ യൂട്ടിലിറ്റി? നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെ? എന്താ യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി റെഫേഴ്സ് ടു ദി സാറ്റിസ്ഫാക്ഷൻ ഓർ പ്ലഷർ ഓർ ബെനിഫിറ്റ്. പല വേർഡിൽ പറയാം. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം, പ്ലഷർ എന്ന് പറയാം, ബെനിഫിറ്റ് എന്ന് പറയാം. എപ്പോ എ കൺസ്യൂമർ ഡിറൈവ്സ് ഫ്രം കൺസ്യൂമിങ് ഗുഡ്സ് ഓർ സർവീസ്, അല്ലെ? ഒരു ഗുഡോ സർവീസോ കൺസ്യൂം ചെയ്യുക വഴി ഒരു കൺസ്യൂമറിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പ്ലഷർ അല്ലെങ്കിൽ ബെനിഫിറ്റ്, ഇതിനെ വിളിക്കുന്ന പേരാണ് യൂട്ടിലിറ്റി. അപ്പൊ ഒരു കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ,
കുറച്ചുകൂടെ നല്ലതായിട്ട് എക്കണോമിക്സ് പരമായിട്ട് പറഞ്ഞാൽ ടു മാക്സിമൈസ് ഹിസ് ഓർ ഹെർ യൂട്ടിലിറ്റി. സോ ഹെർ യൂട്ടിലിറ്റി. ക്ലിയർ ആണോ? ഈ യൂട്ടിലിറ്റിയെ എക്കണോമിക്സുകാര് ഈ യൂട്ടിലിറ്റിയെ അളക്കാൻ ശ്രമിച്ചാൽ ആ യൂട്ടിലിറ്റിക്ക് കൊടുക്കുന്ന തിയറിറ്റിക്കൽ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് യൂട്ടിൽസ്. എന്താ വിളിക്കുക? യൂട്ടിൽസ്. സംശയമില്ലെന്ന് വിചാരിക്കും. സംശയമുണ്ടോ? അപ്പൊ കൺസ്യൂമർ കൺസംഷൻ നടത്തും. എന്താണ്, എന്തിനു വേണ്ടി കൺസംഷൻ നടത്തും? അവന്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാൻ. എന്താണ് സാറ്റിസ്ഫാക്ഷൻ? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ യൂട്ടിലിറ്റി? സാറ്റിസ്ഫാക്ഷൻ ഓർ പ്ലഷർ ഓർ ബെനിഫിറ്റ്. ക്ലിയർ? ആർക്ക് കിട്ടുന്നത്? കൺസ്യൂമർക്ക് കിട്ടുന്നത്. എപ്പോ കിട്ടുന്നത്? കൺസ്യൂം ഗുഡ്സ് ആൻഡ് സർവീസസ്. ക്ലിയർ ആണോ? മറ്റു തരത്തിൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ? വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. മനസ്സിലായോ? എന്താ യൂട്ടിലിറ്റി? ഒരു കമ്മോഡിറ്റിക്ക് ഒരു കൺസ്യൂമറിന്റെ വാണ്ട്സിനെ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റി എന്ന് പറയാൻ ശ്രമിക്കുന്നതാണ് യൂട്ടിലിറ്റി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സാർ ഒരു ആപ്പിൾ കഴിച്ചു. ആ ആപ്പിളിൽ നിന്ന് സാറിന് സപ്പോസ് കുറെ യൂട്ടിലിറ്റി, കുറെ സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അപ്പൊ ഞാൻ കുറെ യൂട്ടിലിറ്റി കിട്ടി എന്ന് പറയും. ആ യൂട്ടിലിറ്റി ഞാൻ ക്വാണ്ടിഫൈ ചെയ്ത് പറയാൻ ശ്രമിച്ചാൽ, ന്യൂമറിക്കലി പറയാൻ ശ്രമിച്ചാൽ, ഞാൻ ഒരു 50 യൂട്ടിലിറ്റി കിട്ടിയെന്ന് പറഞ്ഞാൽ എന്റെ ഈ സാറ്റിസ്ഫാക്ഷൻ എത്രയാണ്? 50 ആണ്. അത് എക്കണോമിക്സിൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞപ്പോ എത്ര യൂട്ടിലിറ്റി കിട്ടി? 50 യൂട്ടിലിറ്റി കിട്ടി. അപ്പൊ യൂട്ടിലിറ്റിയുടെ യൂട്ടിലിറ്റി മെഷർ ചെയ്യേണ്ട ടൂൾ ഏതാണ്? യൂട്ടിൽസ്. അപ്പൊ എത്ര യൂട്ടിൽസ് കിട്ടിയെന്ന് പറയാം? 50 യൂട്ടിൽസ് കിട്ടിയെന്ന് പറയാം. മനസ്സിലായെന്ന്? ശരി. അപ്പോ എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാണ്ട്സ് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ക്ലിയർ? യൂട്ടിലിറ്റി മെഷർ ചെയ്യേണ്ടുന്ന യൂണിറ്റ് ആണ് ഏത്? യൂട്ടിൽസ്. മനസ്സിലായോ? സംശയമുണ്ടോ? യൂട്ടിലിറ്റി നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റിയും, രണ്ട് ഓർഡിനൽ യൂട്ടിലിറ്റി. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റിയും, രണ്ട് ഓർഡിനൽ യൂട്ടിലിറ്റി. മനസ്സിലായോ? സംശയമുണ്ടോ? ഇതിൽ പേര് മനസ്സിലായെന്ന് തരും. കാർഡിനൽ, ഓർഡിനൽ. കാർഡിനൽ എന്ന് പറഞ്ഞാൽ സാർ ഈ പറഞ്ഞില്ലേ, ഒരു കൺസ്യൂമർ ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് ഒരു ന്യൂമറിക്കലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഒരു ആപ്പിൾ കഴിച്ചു, 50 യൂട്ടിലിറ്റി കിട്ടി എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന യൂട്ടിലിറ്റിയാണ് കാർഡിനൽ യൂട്ടിലിറ്റി. മനസ്സിലായോ? ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റിയെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. മനസ്സിലായോ? കാർഡിനൽ യൂട്ടിലിറ്റി എന്താണ്? അവിടെയുള്ള രണ്ട് തിയറി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി തിയറിയും, രണ്ട് ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി തിയറി. മനസ്സിലായോ? ഇത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി വരെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റിയും കാർഡിനൽ യൂട്ടിലിറ്റി ഇക്വിലിബ്രിയവും നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ. മനസ്സിലായോ? സംശയമുണ്ടോ? ദെൻ മൂന്നാമത്തെ ക്ലാസ്സിലായിരിക്കും ഓർഡിനൽ യൂട്ടിലിറ്റി കർവ് അനാലിസിസ്, ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിഫറൻസ് കർവ് അനാലിസിസും നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ച് കൺസ്യൂമർ ഇക്വിലിബ്രിയം പഠിക്കുന്നത് നമ്മൾ മൂന്നാമത്തെ, ഓർഡിനൽ യൂട്ടിലിറ്റിയുടെ കൺസ്യൂമർ ഇക്വിലിബ്രിയം പഠിക്കുന്നത് മൂന്നാമത്തെ ക്ലാസ്സിലായിരിക്കും. അങ്ങനെയായിരിക്കും നമ്മൾ ഈ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ നമ്മൾ ഈ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ നടത്തുമ്പോൾ ഒരു കൺസ്യൂമർക്ക് കിട്ടുന്നതാണ്. വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മ്യൂണിറ്റി. മനസ്സിലായോ? യൂട്ടിലിറ്റി രണ്ട് തരത്തിലുണ്ട്, കാർഡിനൽ ആൻഡ് ഓർഡിനൽ. കാർഡിനൽ നിങ്ങൾക്ക് മനസ്സിലായി. യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. ന്യൂമറിക്കലി യൂട്ടിലിറ്റി പറയാൻ പറ്റും. ഒരു ആപ്പിൾ കഴിച്ചു, 50 യൂട്ടിൽസ് കിട്ടി എന്ന് പറയാൻ പറ്റും. അത് കാർഡിനൽ യൂട്ടിലിറ്റി. എന്നാൽ ഓർഡിനൽ യൂട്ടിലിറ്റി പറയുന്നത് നമുക്ക് ഇങ്ങനെ ന്യൂമറിക്കലി അത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് അതിനെ യൂട്ടിലിറ്റിയെ റാങ്ക് ചെയ്യാം പറയുന്നത്. അങ്ങനെ പറയുന്നത് റാങ്ക് ചെയ്യാം. അങ്ങനെ പറയുന്നതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി. അതിലേക്ക് നമുക്ക് അത് പഠിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് കാർഡിനൽ യൂട്ടിലിറ്റിക്കാണ്. ഇപ്പൊ എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്.
ക്ലിയർ ആണല്ലോ? സാർ ഒരു ആപ്പിൾ കഴിച്ചു, എനിക്ക് അതിൽ നിന്ന് 50 യൂട്ടിൽസ് കിട്ടി എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യാൻ ശ്രമിച്ചു? ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞു. രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചു, എനിക്ക് 50 കിട്ടിയില്ല, 40 അതിൽ നിന്ന് കിട്ടിയുള്ളൂ. മനസ്സിലായോ? അപ്പൊ അത് ന്യൂമറിക്കലി പറയാൻ പറ്റും. മൂന്നാമത്തേത് കഴിച്ചപ്പോൾ മൂന്നാമത്തേത് എനിക്ക് 30 കിട്ടിയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒന്നാമത്തേത് 50 കിട്ടി, രണ്ടാമത്തേത് 40 കിട്ടിയുള്ളൂ. അപ്പൊ ഒന്നിന്ന് രണ്ടും കൂടെ 50 + 40 ടോട്ടലി എത്ര കിട്ടി? 90 കിട്ടി. മൂന്നാമത്തേന്ന് കഴിച്ചപ്പോ എനിക്ക് 30 കിട്ടിയുള്ളൂ. മൂന്നാമത്തേതിൽ നിന്ന് മാത്രം 30 കിട്ടിയുള്ളൂ. പക്ഷെ മൂന്നിലും കൂടെ മനസ്സിലായോ? മൂന്നിലും കൂടെ എത്ര കിട്ടി? 50, 40, 30. എത്ര കിട്ടി? 120. മനസ്സിലായോ? ഇതിനെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയും. നമ്മളത് മനസ്സിലായോ? അപ്പോ ഇതാണ് ഇങ്ങനെ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്, യൂട്ടിലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് കാർഡിനൽ യൂട്ടിലിറ്റി. മറക്കണം. ഇത് ഡെവലപ്പ് ചെയ്തത് ആൽഫ്രഡ് മാർഷലും ജെബൺസ് തുടങ്ങിയ എക്കോണമിസ്റ്റുകളാണ്. ഈ കാർഡിനൽ യൂട്ടിലിറ്റി തിയറീസ് എന്ത് ചെയ്യാൻ ശ്രമിച്ചത്? കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത് ആരൊക്കെയാണ്? ആൽഫ്രഡ് മാർഷലും ജെബൺസ്. ക്ലിയർ? ഈ കാർഡിനൽ യൂട്ടിലിറ്റി തിയറീസ് ഡെവലപ്പ് ചെയ്ത ആൾക്കാരാണ് ഞാൻ ഈ പറഞ്ഞ ആൽഫ്രഡ് മാർഷലും ജെബൺസും തുടങ്ങിയ എക്കോണമിസ്റ്റ്. ക്ലിയർ? അപ്പോൾ ഏതൊരു തിയറീസിനും കുറച്ച് അസംഷൻസിന്റെ ബേസിലായിരിക്കും തിയറീസ് ഒക്കെ ഉള്ളത്. ഈ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയുടെ പ്രധാനപ്പെട്ട അസംഷൻ ആണ് ഒന്ന്, യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ അല്ലെ ആൻഡ് ക്വാണ്ടിഫയബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്ത, കാർഡിനൽ യൂട്ടിലിറ്റി നമുക്ക് മെഷേർഡ് ആണ്, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റും, ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ അസംഷൻ. രണ്ടാമത്തെ അസംഷൻ, the utility derived from one good or service is independent of others. ശരിയല്ലേ? The utility derived from one good or service is independent of others. ക്ലിയർ അല്ലേ? ഒരു സാധനത്തിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്താണ്? ഇപ്പൊ എനിക്ക് 50 യൂട്ടിലിറ്റി ഒരു ആപ്പിൾ കഴിച്ചപ്പോൾ കിട്ടിയെങ്കിൽ മറ്റൊരാള് സെയിം ആപ്പിൾ ഒരു പക്ഷേ കഴിച്ചിട്ടുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ 40 യൂട്ടിലിറ്റി കിട്ടുള്ളായിരിക്കാം. അപ്പോൾ ഡിപ്പെൻസ്. അതെന്താ? ഇൻഡിപെൻഡന്റ് ആണ്. യൂട്ടിലിറ്റി എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? സംശയമുണ്ട്? ഇൻഡിപെൻഡന്റ് ഓഫ് അതേഴ്സ്. ഒരാൾക്കുള്ള യൂട്ടിലിറ്റി മറ്റൊരാൾക്ക് മറ്റു തരത്തിലായിരിക്കാം. അപ്പൊ യൂട്ടിലിറ്റി എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. മറക്കണ്ട. അപ്പോ കാർഡിനൽ യൂട്ടിലിറ്റി പ്രകാരം അസംഷൻസ് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാർഡിനൽ യൂട്ടിലിറ്റി തിയറീസിന്റെ ഒന്ന്, യൂട്ടിലിറ്റി മെഷേർഡ് ആണ്, ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ് ആണ്, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. രണ്ടാമത് പറയുന്നത് എന്താണ്? യൂട്ടിലിറ്റി ഇൻഡിപെൻഡന്റ് ആണ്. യൂട്ടിലിറ്റി നമ്മൾ ഡിറൈവ് ചെയ്ത യൂട്ടിലിറ്റി എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. മൂന്നാമത് അഡിക്റ്റീവ് യൂട്ടിലിറ്റി ആണ്. എന്താണ്? അഡിക്റ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞ അഡിക്റ്റീവ് ആണ്. ആദ്യത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ സാറിന് 50 കിട്ടി, രണ്ടാമത്തത് കിട്ടിയപ്പോൾ 40 കിട്ടിയുള്ളൂ. അപ്പൊ 50, 40 കൂടെ രണ്ടിൽ നിന്നും കൂടെ ആകെ എത്ര? 90 കിട്ടി. ഇങ്ങനെ യൂട്ടിലിറ്റി എന്താണ്? ന്യൂമറിക്കലി എക്സ്പ്ലെയിൻഡ് ആയതുകൊണ്ട് തന്നെ, എക്സ്പ്രസ്ഡ് ആയതുകൊണ്ട് തന്നെ അഡിക്റ്റീവ് ആണ്. സംശയമില്ലെന്ന് വിചാരിക്കും. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി ആണ്, മെഷർഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ് ആണ്, യൂട്ടിൽസ് ആണ് മെഷർ ചെയ്യുന്ന യൂണിറ്റ്. ആൽഫ്രഡ് മാർഷൽ ജെബൺസ് ഒക്കെയാണ് ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അസംഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, മെഷർ ചെയ്യാം, ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാം, ക്വാണ്ടിഫൈബിൾ ആണ്, പിന്നെ എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. യൂട്ടിലിറ്റി ഇൻഡിപെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ഓഫ് അതേഴ്സ് ആണ്. പിന്നെ യൂട്ടിലിറ്റി എന്താണ്? അഡിക്റ്റീവ് ആണ്. ഇതാണ് അഡിക്റ്റീവ് ആണ്. യൂട്ടിലിറ്റി എന്താണ്? അഡിക്റ്റീവ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സംശയമുണ്ടോ? ക്ലിയർ ആണോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട നിങ്ങളുടെ സിലബസിൽ തന്നെയുള്ള രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് ടോട്ടൽ യൂട്ടിലിറ്റിയും, രണ്ട് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ ഈ ടോട്ടൽ, ഞാൻ പറഞ്ഞു ഈ ടോട്ടൽ, ഇങ്ങനെ മാർജിനൽ, ഇങ്ങനെ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയിലൂടെ മാത്രം. കാർഡിനൽ യൂട്ടിലിറ്റിയിലൂടെയാണ് ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ടോട്ടൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കാർഡിനൽ യൂട്ടിലിറ്റി മെഷറബിൾ ആണ്. എങ്ങനെ മെഷറബിൾ? ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷറബിൾ ആണ്, ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ് ആണ്. സോ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി പറയാൻ പറ്റും, മാർജിനൽ യൂട്ടിലിറ്റി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഇത് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ആദ്യം ഒരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾ ഈ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും പറയാൻ ശ്രമിക്കുകയാണ്. സപ്പോസ് സാർ ഒരു കൺസ്യൂമർ ആണ്. ഞാൻ ഒരു ദിവസം ഒരു ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞു രാവിലെ വീട്ടിലെത്തി. നോക്കിയപ്പോൾ ഒരു ടേബിളിന്റെ പുറത്ത് കുറെ ആപ്പിളൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ കണ്ടു പറഞ്ഞ വിശന്നിരിക്കുകയാണ്, ആപ്പിൾ കഴിക്കാൻ തീരുമാനിച്ചു.
ഒന്നാമത്തെ ആപ്പിൾ കഴിച്ചു. ഒന്നാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ യൂട്ടിലിറ്റി 10 യൂട്ടിൽസ് എനിക്ക് അതിൽ. അപ്പോ ഒരു യൂണിറ്റേ കഴിച്ചുള്ളൂ, അതിൽ നിന്ന് 10 കിട്ടി. അപ്പോ മൊത്തം എനിക്ക് കിട്ടിയ യൂട്ടിലിറ്റി 10. ഒരു ആപ്പിളെ കഴിച്ചു. രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചു. രണ്ടാമത്തേതിൽ നിന്ന് മാത്രം എനിക്ക് 8 കിട്ടി. രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ വിശന്നിരിക്കുകയായിരുന്നു. ആദ്യ ആപ്പിൾ കഴിച്ചു, എനിക്ക് 10 യൂട്ടിൽസ് കിട്ടി. ഭയങ്കര വിശപ്പായിരുന്നു. കഴിച്ചപ്പോൾ നല്ല ആശ്വാസമായി, നല്ല സാറ്റിസ്ഫൈ. രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ ആദ്യം വിശന്നിരിക്കുകയായിരുന്നു, 10 കിട്ടി. പക്ഷെ രണ്ടാമത്തെ വെച്ചാൽ എനിക്ക് അത്ര അങ്ങ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. 8 പോകും. അപ്പൊ രണ്ടാമത്തേന്ന് മാത്രം 8 കിട്ടി. പക്ഷെ രണ്ടിൽ നിന്നും കൂടെ ആകെ എത്ര കിട്ടി? 18 കിട്ടി. എത്ര കിട്ടി? 18 കിട്ടി. സംശയമുണ്ടോ? ക്ലിയർ? അപ്പോ രണ്ടിൽ നിന്നും കൂടെ കിട്ടിയത്, ദാറ്റ് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി. 2 യൂണിറ്റ് സാർ കൺസ്യൂം ചെയ്തപ്പോൾ കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? 18 ആണ്. ദെൻ മൂന്നാമത്തെ ആപ്പിൾ കഴിച്ചു. മൂന്നാമത്തേത് സാറിന് എത്രയേ കിട്ടിയുള്ളൂ? 5 കിട്ടിയുള്ളൂ. മനസ്സിലായി? മൂന്നാമത്തേത് മാത്രം 5 കിട്ടുള്ളൂ. അപ്പോ 5 കിട്ടി. അപ്പൊ 3-ൽ നിന്നും കൂടെ എങ്ങനെ എത്ര കിട്ടി? 10, 8, 5 ആകെ എത്ര? 23. സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ദെൻ നാലാമത്തെ യൂണിറ്റ് കഴിച്ചു. അപ്പൊ എനിക്ക് അതിൽ നിന്ന് 2 കിട്ടിയുള്ളൂ. ദെൻ അങ്ങനെ 4-ൽ കൂടെ ആകെ 25 ആണ്. അഞ്ചാമത്തെ കഴിച്ചപ്പോ എനിക്ക് വേണ്ട, വയർ നിറഞ്ഞു. വീണ്ടും അഞ്ചാമത്തെ ഞാൻ കഴിച്ചു. എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു, 0 എന്ന് പറയാം. അപ്പൊ എന്റെ ടോട്ടൽ യൂട്ടിലിറ്റി 5-ൽ നിന്നും കൂടെ എത്രയായി? 25 ആയി. ക്ലിയർ? ഇനി ആറാമത്തത് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ആർത്തി കാണിച്ചു, കഴിച്ചു, പക്ഷെ കുറച്ച് ഞാൻ അങ്ങ് ഒമിറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര ഡിസ്യൂട്ടിലിറ്റി ഉണ്ടായി. -2 ഡിസ്യൂട്ടിലിറ്റി എനിക്ക് അതിൽ നിന്നുണ്ടായുള്ളൂ. സോ എന്റെ ടോട്ടൽ യൂട്ടിലിറ്റി 25-ൽ നിന്ന് 23 ആയിട്ട് കുറഞ്ഞു. അപ്പോ ഞാൻ ഇവിടെ പറയാൻ ശ്രമിച്ചത്, ഒന്ന് യൂട്ടിലിറ്റി മെഷർ ചെയ്ത് ഞാൻ ഇവിടെ പറഞ്ഞു. സോ ഇതൊരു കാർഡിനൽ യൂട്ടിലിറ്റി പറയുന്ന ഒരു ടേബിൾ ആണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത് ഞാൻ പറയാൻ ശ്രമിച്ച 2 ആശയങ്ങളാണ്. ഒന്ന് ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റി. ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെ? ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് മൊത്തത്തിൽ എത്ര യൂട്ടിലിറ്റി കിട്ടി, ഈ പറയുന്നതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. ഇനി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ അഡീഷണൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം അഡീഷണൽ യൂണിറ്റ് വിൽ കൺസ്യൂം. അഡീഷണൽ ആയിട്ട് ഞാൻ ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആ അഡീഷണൽ യൂണിറ്റിൽ നിന്ന് കിട്ടിയ യൂട്ടിലിറ്റിയാണ് മാർജിനൽ. അപ്പൊ ഒന്നാമത്തത് മാത്രം കഴിച്ചപ്പോൾ എനിക്ക് 10, രണ്ടാമത്തേതിൽ നിന്ന് മാത്രം കഴിച്ചപ്പോൾ എനിക്ക് എത്ര? 8. രണ്ടിൽ നിന്ന് കൂടെ 18 കിട്ടി, പക്ഷെ രണ്ടാമത്തേത് മാത്രം 8. ഒന്നാമത്തേത് 10 കിട്ടി, രണ്ടാമത്തേത് മാത്രം 8. ഇനി മൂന്നാമത്തേത് മാത്രം, മൂന്നാമത്തേത് 3 കൂടെ കഴിച്ചപ്പോൾ എനിക്ക് 23, പക്ഷെ മൂന്നാമത്തേതിൽ നിന്ന് മാത്രം എനിക്ക് എത്ര കിട്ടി? 5. കാരണം ബാക്കി രണ്ടിൽ നിന്ന് 18 ഉണ്ടായിരുന്നു. മൂന്നാമത്തേത് കൂടെ കഴിച്ചപ്പോൾ 23 ആയി. മൂന്നാമത്തേത് മാത്രം എത്ര കിട്ടി? 5. ക്ലിയർ ആണോ? അപ്പോ 2 കോൺസെപ്റ്റും മനസ്സിലായെന്ന് വരും. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നോ അതിൽ നിന്ന് മൊത്തത്തിൽ കിട്ടിയ യൂട്ടിലിറ്റി. മനസ്സിലായോ? അപ്പൊ യൂട്ടിലിറ്റി യൂട്ടിൽസിലൂടെയാണ് നമ്മൾ മെഷർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡീഷണൽ യൂട്ടിലിറ്റി ആണ്. അവിടെ ഓർത്ത് വെക്കേണ്ട കീവേഡ് ആണ് അഡീഷണൽ യൂട്ടിലിറ്റി. മറക്കാം. മനസ്സിലായോ? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷണൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം when additional unit of unit will consume. അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ലഭിക്കുന്ന അഡീഷണൽ യൂട്ടിലിറ്റി വിളിക്കുന്ന പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി. ക്ലിയർ ആണ്? ശരി. ഇനി നമുക്ക് ഡെഫിനിഷൻസിലേക്ക് പോകാം. അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി എന്താ? It refers to overall satisfaction or pleasure a consumer gain from consuming a certain quantity of goods or service. ശരിയല്ലേ? ഒരു certain quantity, ഇപ്പൊ 1 യൂണിറ്റ് എന്ന് പറയുന്ന അല്ലെ 1 ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അത്രയും കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ യൂട്ടിലിറ്റി 10 ആണ്. ദാറ്റ് ഇസ് മൈ ടോട്ടൽ യൂട്ടിലിറ്റി. 2 കൺസ്യൂം ചെയ്തപ്പോൾ കിട്ടിയത് 18 ആണ്.
മൂന്നെണ്ണം കൺസ്യൂമർ ഓവറോൾ പെർഫോമൻസ് ഓവറോൾ യൂട്ടിലിറ്റി എത്ര 23 ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി കാണുന്ന ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എം യു. മാർജിൻ യൂട്ടിലിറ്റിയുടെ സിഗ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം സമ്മേഷൻ അല്ലെ, സമ്മേഷൻ ഓഫ് മാർജിൻ യൂട്ടിലിറ്റി, ശരിയല്ലേ? സമ്മേഷൻ ഓഫ് മാർജിൻ യൂട്ടിലിറ്റി. ഇപ്പൊ 2 യൂണിറ്റിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക? 2 യൂണിറ്റ് അല്ലെ, 2 യൂണിറ്റിന്റെ മാർജിൻ ഇപ്പോ എവിടെ യെസ്, ഇപ്പോ 2 യൂണിറ്റ് വരെയുള്ളതിന്റെ 2 യൂണിറ്റ് വരെയുള്ളതിന്റെ ടോട്ടൽ യൂണിറ്റ് വെച്ച് പ്രതി സാർ പറഞ്ഞല്ലോ എന്താണ്? സിഗ്മ എം യു അല്ലെ, സിഗ്മ എം യു നമ്മൾ നേരത്തെ അവിടെ പഠിച്ചു. അപ്പൊ സിഗ്മ എം യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ 2 യൂണിറ്റ് അല്ലേ സാർ പറഞ്ഞേ? അപ്പോ 10 8 ഇതിന്റെ സമ്മേഷൻ എത്ര? 18 ടോട്ടൽ യൂട്ടിലിറ്റി. ഇനി 4 യൂണിറ്റിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് അറിയാൻ വേണ്ടി സിഗ്മ എം യു അല്ലെ, 4 യൂണിറ്റ് വരെയുള്ളതിന്റെ സമ്മേഷൻ അല്ലെ എത്ര? 10 8 18 5 23 25. സംശയമുണ്ടോ? അപ്പോ മാർജിനൽ യൂട്ടിലിറ്റി യുടെ സമ്മേഷൻ ആണ് ഏതെന്ന് പറയുക? മാർജിനൽ യൂട്ടിലിറ്റിയുടെ സമ്മേഷൻ ആണ് നമ്മൾ എന്ത് പറയുക? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയും. മനസ്സിലായോ? സംശയമുണ്ടോ? ക്ലിയർ ആണെന്ന് വിചാരിക്കും. മനസ്സിലായി? യെസ്. ഇനി ഒരു സെക്കൻഡേ. ശരി, ഇനി ഓക്കെ. അപ്പൊ എക്സാം ടേബിൾ മനസ്സിലായി. ഇനി ടോട്ടൽ യൂട്ടിലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. സംശയമില്ലാന്ന് വിചാരിക്കാം. അപ്പോ ടോട്ടൽ യൂട്ടിലിറ്റി മനസ്സിലായി. ഇനി മാർജിൻ യൂട്ടിലിറ്റി എന്ന് സാർ എന്താ പറഞ്ഞത്? അഡീഷണൽ യൂട്ടിലിറ്റി ആണ്, അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ്, അഡീഷണൽ ഉണ്ടാകുന്ന പ്ലഷർ ആണ്, അഡീഷണൽ യൂട്ടിലിറ്റി ആണ്. മനസ്സിലാവുന്നുണ്ടോ? സംശയമില്ലാന്ന് വിചാരിക്കുക. അപ്പൊ മാർജിൻ യൂട്ടിലിറ്റി റെഫേഴ്സ് ടു അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ ഓർ പ്ലഷർ ഗെയിൻഡ് ഫ്രം കൺസ്യൂമിങ് 1 more unit of a goods or service. ക്ലിയർ ആണെന്ന് ശരി. സംശയമുണ്ടോ? അഡീഷണൽ യൂണിറ്റ് മറക്കണ്ട. 1 യൂണിറ്റ് അഡീഷൻ. ഇപ്പൊ ഞാൻ 2 യൂണിറ്റ് വരെ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. 2 യൂണിറ്റ് വരെ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 18 കിട്ടി ടോട്ടൽ യൂട്ടിലിറ്റി. മൂന്നാമത്തതും കൂടി സാർ കൺസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ യൂട്ടിലിറ്റി 23 ആയി. പക്ഷെ മൂന്നാമത്തെ നിന്ന് മാത്രം അഡീഷണൽ ആയിട്ട് കിട്ടിയത് എത്രയാണ്? 5 ആണ്. ദാറ്റ് ഈസ് additional utility, that is called marginal utility. Marginal utility കാണേണ്ട ഫോർമുല delta TU divided by delta Q. എന്താണ്? delta TU divided by delta Q. മനസ്സിലായോ? യെസ്. എന്താണ് ഡെൽറ്റ TU? ഇതാണ് ഡെൽറ്റ TU. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ശരിയല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ 0 ആണെന്നിരിക്കട്ടെ. സപ്പോസ് ഇവിടെ എത്രയാണെന്നിരിക്കട്ടെ? 0 ആണെന്നിരിക്കട്ടെ. സപ്പോസ് ഇവിടെ 0 ആണെന്നിരിക്കട്ടെ. ഇവിടെ ഈ 1 ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ 0 ഇവിടെ ഉണ്ടായിരുന്നു. യൂണിറ്റ് കൺസ്യൂം 0. അപ്പോൾ മാർജിൻ യൂട്ടിലിറ്റി വല്ലതും ഉണ്ടോ? ഒരു യൂണിറ്റ് ഞാൻ കൺസ്യൂം ചെയ്തില്ല. മാർജിൻ യൂട്ടിലിറ്റി 0. ടോട്ടൽ യൂട്ടിലിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? ഇനി സാർ 1 യൂണിറ്റ് അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്തു. അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി 0യിൽ നിന്ന് എത്രയായിട്ട് ചേഞ്ച് ആയി? 10 ആയിട്ട് ചേഞ്ച് ആയി. അപ്പൊ ഡെൽറ്റ TU എത്ര? 10 ആണ്. സംശയമുണ്ടോ? ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തു? യൂണിറ്റ് നമ്പർ ഓഫ് യൂണിറ്റ്. ഡെൽറ്റ Q എന്നല്ലേ പറഞ്ഞ ഫോർമുല എന്താണ്? ഡെൽറ്റ TU ഡിവൈഡഡ് ബൈ ഡെൽറ്റ പറഞ്ഞേ ഡെൽറ്റ Q, ശരിയല്ലേ? ഡെൽറ്റ TU ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q. അതായത് പറഞ്ഞേ ഇവിടെ ഡെൽറ്റ TU സാർ പറഞ്ഞു. ഇപ്പൊ 0 എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് കാണാൻ വേണ്ടിയാണ് 0 എന്ന് സാർ അസ്യൂം ചെയ്തത്. അപ്പൊ 0 എന്ന് 10 ആയി. അപ്പൊ ചേഞ്ച് എത്ര? 10 ചേഞ്ച് ആയി. ഡിവൈഡഡ് ബൈ ഇത് യൂണിറ്റ് 0 എന്ന് 1 ചേഞ്ച് ആയി. അപ്പൊ എത്ര ചേഞ്ച്? 1. ആൻസർ എത്ര വരും? ആൻസർ എത്ര വരും? 10 എന്ന് തന്നെ വരും. അപ്പൊ മാർജിൻ യൂട്ടിലിറ്റി എത്ര എന്ന് വരും? 10 എന്ന് തന്നെ വരും. ശരിയല്ലേ? ഇവിടെ 10 അല്ലേ വന്നേ? ക്ലിയർ ആണോ? സംശയമുണ്ടോ? അടുത്ത 2 യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ എങ്ങനെ? 2 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ എങ്ങനെ? ഡെൽറ്റ TU എങ്ങനെ കാണാൻ പറ്റും? 10ൽ നിന്നും 18 ആയി അല്ലെ? 10 അല്ലാതെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലായിട്ടുണ്ടാവും. 10ൽ നിന്ന് എത്രയായി? 18 ആയി. അപ്പോൾ ഉണ്ടായ ചേഞ്ച് എത്ര? 8 ആണ്. ശരിയാ? ഡെൽറ്റ TU എത്ര? 8 ആണ്. ഡിവൈഡഡ് ബൈ പറഞ്ഞേ ഡിവൈഡഡ് ബൈ ഇത് യൂണിറ്റ്സ് കൺസ്യൂം 1ൽ നിന്ന് എത്രയായി? 2 ആയി. അപ്പോൾ എത്ര? 8/1. ആൻസർ എത്ര? 8 ആണ്. മനസ്സിലായോ? അപ്പോ MU കാണേണ്ട ഫോർമുല ഡെൽറ്റ TU ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q. മനസ്സിലായോ?
ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ടായ ചേഞ്ചിനെ ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടായ ചേഞ്ച് കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. മനസ്സിലായോ? അങ്ങനെ നമുക്ക് എന്ത് കാണാൻ പറ്റും? എം യു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കും. സംശയം ഉണ്ടായിരുന്നെങ്കിൽ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോ നമ്മുടെ ടി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ ഓഫ് എം യു ആണ്. ദെൻ എം യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഡെൽറ്റ ടി യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യു ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്തു വയ്ക്കുക. മനസ്സിലായോ? ശരി. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്, അപ്പോൾ ഇതാണ് ടി യു എം യു. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുക, ഈ ടി യു എം യു ഒരു ഗ്രാഫിൽ അവതരിപ്പിച്ചാൽ അതെങ്ങനെയായിരിക്കും? ക്ലിയർ ആണോ? അപ്പോൾ സാർ നേരത്തെ നമുക്കറിയാം ഗ്രാഫിൽ എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ യൂണിറ്റ്സ് കൺസ്യൂം നമുക്കറിയാം 1 2 3 4 5 6 അല്ലെ? അപ്പോൾ 1 2 3 4 5 6 എത്ര യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്തത്? ഇത് 0 യൂണിറ്റ് ആണ്, നിങ്ങൾക്കറിയാം. ക്ലിയർ? ദെൻ അപ്പോഴുണ്ടായ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി നമുക്ക് നോക്കാം. 1 യൂണിറ്റ് 10 ആണ്, 2 18 ആണ്, 23 ആണ്, 25 ആണ്, 25 23 ആണ്. ഇതിന്റെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തപ്പോൾ കണ്ടല്ലോ, ടി യു 10 തുടങ്ങി, കണ്ടോ ഇങ്ങനെ ടി യു കർവ് ഇങ്ങനെ പോയിട്ടുണ്ട്. ദെൻ ദിസ് ഈസ് എം യു കർവ്. എം യു കർവ് നിങ്ങൾക്ക് അറിയാം, കണ്ടോ എം യു 10 ആയി, 8 ആയി, 5 ആയി, 2 ആയി, 0 ആയി, ദെൻ -2 ആയി അല്ലെ? അപ്പൊ ഇങ്ങനെ ഡിക്ലൈൻ ആണ്, മാർജിൻ യൂട്ടിലിറ്റി ഡിക്ലൈനിങ് ആയിരുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി കണ്ടോ ഇങ്ങനെ 10 ആയി, 18 ആയി, 23 ആയി, 25, ദെൻ വീണ്ടും 25 മീൻസ് ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ മാക്സിമം ടോട്ടൽ യൂട്ടിലിറ്റി എത്തുമ്പോൾ എം യു എവിടെ എത്തി? 0-ലെത്തി. നോക്കൂ, അതാ ഗ്രാഫിൽ നോക്കൂ, ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ 25 കണ്ടോ, 25 ഇങ്ങനെ മാക്സിമൈസ് ചെയ്തപ്പോ, 25 ഇങ്ങനെ മാക്സിമൈസ് ചെയ്തപ്പോ, ഇവിടെ ഒരു സെക്കൻഡ്, 25 ഇങ്ങനെ മാക്സിമൈസ് ചെയ്തപ്പോ, ഒരു സെക്കൻഡ്, ടോട്ടൽ യൂട്ടിലിറ്റി 25 ആയിട്ട് ഇങ്ങനെ മാക്സിമൈസ് ചെയ്ത സമയത്ത് കണ്ടോ, അതാ ഇവിടെ ഈ പോർഷൻ കണ്ടോ, ഈ 25 ആയിട്ട് ഇങ്ങനെ മാക്സിമൈസ് ചെയ്ത സമയത്ത് കണ്ടോ എം യു വന്ന് എത്രയായി? 0-ലെത്തി. സംശയമുണ്ടോ? ക്ലിയർ ആണോ? ടി യു മാക്സിമം ആവുമ്പോ, അതിനുശേഷം ടി യു കുറയാണ് കണ്ടോ, ടി യു മാക്സിമം ആവുമ്പോ എം യു എന്താകുന്നു? 0 ആകും. മനസ്സിലായോ? ഇനി ടി യു ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെ, 25 നിന്ന് വീണ്ടും 23 ആയി, ടേബിൾ നോക്കിയവർക്ക് അറിയാം അല്ലെ? അപ്പോൾ എന്ത് ചെയ്യുന്നു? 5-ൽ നിന്നും അടുത്ത് വീണ്ടും എന്ത് ചെയ്യുന്നു? സോറി, നമ്മുടെ 0-ൽ നിന്നും വീണ്ടും എന്ത് ചെയ്യുന്നു? -2 ആയിട്ട് അല്ലെ? ഇവിടെ ഈ പാർട്ട് മൈനസ് അല്ലേ? -2 ആയിട്ട് എന്ത് ചെയ്യുന്നു? എം യു കുറയുന്നു. അപ്പൊ എം യു നെഗറ്റീവ് പാർട്ടിലേക്ക് പോകും. മനസ്സിലായോ? സംശയം ഉണ്ടോ? ടി യും എം യും തമ്മിലുള്ള റിലേഷൻ ചോദിക്കും പരീക്ഷ. ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? വെൻ ടി യു മാക്സിമം എം യു ഈസ് ഡാഷ്, എന്തായിരിക്കും? ടി യു മാക്സിമം ആവുമ്പോൾ എം യു എന്തായിരിക്കും? 0 ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ്. മനസ്സിലാവുന്നുണ്ടോ? സംശയമുണ്ടോ? ഇനി എം യു കർവ് ഈസ് ഓൾവേസ് ഡിക്ലൈനിങ് ആയിരിക്കും, കാരണം മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും. ക്ലിയർ ആണോ? അതൊരു തിയറിയാണ്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്ക് പഠിക്കും. അവിടെയും സെയിം നമ്മൾ ഗ്രാഫ് തന്നെ ഡിസ്കസ് ചെയ്യും. കാര്യം ഈ കാർഡിനെ യൂട്ടിലിറ്റി മെഷർ ചെയ്തപ്പോൾ ആൽഫ്രഡ് മാർഷൽ കണ്ടെത്തിയ, ആൽഫ്രഡ് മാർഷൽ പറഞ്ഞൊരു തിയറിയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി. അപ്പൊ ആ തിയറിയിൽ പറഞ്ഞ ആശയം ഇതാണ്, മാർജിനൽ യൂട്ടിലിറ്റി അതായത് അഡീഷണൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ആവും. അഡീഷണൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ആവും. ആദ്യത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന യൂട്ടിലിറ്റി ആയിരിക്കില്ല അടുത്ത കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്നത്, യൂട്ടിലിറ്റി കുറയും. മനസ്സിലായി? അതുകൊണ്ട് തന്നെ ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി കർവ് എന്ത് ചെയ്യും? ഇങ്ങനെ ഡിക്ലൈനിങ് ആയിരിക്കുമെന്ന് ആര് പറയുന്നുണ്ട്? നമ്മുടെ ആൽഫ്രഡ് മാർഷൽ കാർഡിനൽ യൂട്ടിലിറ്റിയിലൂടെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി തിയറിയിലൂടെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അതുകൊണ്ടാണ് ഈ എം യു എപ്പോഴും ഇങ്ങനെ കുറഞ്ഞ് അല്ലെങ്കിൽ എം യു താഴ്ന്ന് അല്ലെങ്കിൽ എം യു ഡിക്ലൈൻ സ്റ്റേജിലേക്ക് വരും. മനസ്സിലാവുമെന്ന് വിചാരിക്കും. ഇനി അടുത്ത ആശയം, ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് സാർ പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് കൺസംഷൻ ഇനിഷ്യലി റീച്ചസ് എ മാക്സിമം ആയിട്ട് 5 യൂണിറ്റ് അല്ലെ? 25 ടി യു എത്തുമ്പോൾ, അത് 5 യൂണിറ്റ് എത്തുമ്പോഴാണ് എം യു എന്താവും? 0 ആവും. ആൻഡ് സ്റ്റാർട്ട്സ് ടു ഡിക്ലൈൻ. Then start to decline. It start to decline. Total utility start to decline. Then marginal utility decreases as consumption increases. അല്ലെ? 0, 1, 2, 3, 4 അങ്ങനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതോറും മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ എന്താവുന്നു? ടി യു മാക്സിമം എത്തുമ്പോൾ എം യു എന്താവുന്നു? 0 ആവുന്നു. ശരിയല്ലേ? ടി യു മാക്സിമം എത്തുന്ന എം യു എന്താവുന്നു? 0 ആവുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? നെഗറ്റീവിലേക്ക് ആവും.
സോറി, പിന്നെ എന്ത് ചെയ്യുന്നു, നെഗറ്റീവിലേക്ക് പോകണം. മനസ്സിലായോ? ഇങ്ങനെ mu 0 എത്തുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് mu 0 പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ പോയിന്റ്. എന്താ വിളിക്കുക? സാച്ചുറേഷൻ പോയിന്റ്. പരീക്ഷയിൽ ചോദിക്കും. സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് ദ പോയിന്റ് അറ്റ് വിച്ച് എ കൺസ്യൂമർ ഡിറൈവ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഫ്രം കൺസ്യൂമിങ് എ ഗുഡ് ഓർ സർവീസ്. ക്ലിയർ? അപ്പോ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമർ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂം ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പോയിന്റ് ആണ് ഏത്? സാച്ചുറേഷൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അവിടുത്തെ പ്രത്യേകത ടോട്ടൽ യൂട്ടിലിറ്റി ഹയസ്റ്റ് ആയിരിക്കും. നമ്മൾ കണ്ടു 25 ആണല്ലോ. മാർജിൻ യൂട്ടിലിറ്റി എന്തായിരിക്കും? 0. അങ്ങനെ ആ പോയിന്റിൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്ത പോയിന്റ് ആണ്. ആ പോയിന്റിനെ വിളിക്കുന്ന പേര് സാച്ചുറേഷൻ പോയിന്റ് എന്താണ്? സാച്ചുറേഷൻ പോയിന്റിൽ എന്താണ്? കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ഹയസ്റ്റ് ആയിരിക്കും. പിന്നീട് അവിടെ തൊട്ട് അങ്ങോട്ട് കുറയാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്ത പോയിന്റ് അതാണ്. അതിനുശേഷം ഡിസ്യൂട്ടിലിറ്റി സ്റ്റേജ് ആണ്. ആ പോയിന്റ് വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ പോയിന്റ്. അവിടെ ടോട്ടൽ യൂട്ടിലിറ്റി ഹയസ്റ്റ് ആയിരിക്കും, മാർജിൻ യൂട്ടിലിറ്റി 0 ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കും. സംശയമുണ്ടോ? ക്ലിയർ ആണ്. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TU ആൻഡ് MU പോസിറ്റീവ് ആയിരിക്കും. MU പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? MU കർവ് കണ്ടോ? ഇവിടെ ഈ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നെഗറ്റീവിലേക്ക് MU പോരണം. അപ്പൊ MU പോസിറ്റീവ് ആയിരിക്കുന്നിടത്തോളം എന്താ പറയുക? TU ഇൻക്രീസസ്. ശരിയല്ലേ? TU എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്ത് തന്നെ ഇരിക്കുന്നു. പക്ഷെ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്, പക്ഷെ എങ്കിലും ഇൻക്രീസിംഗ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ TU MU 0 എത്തുന്നത് വരെ, അല്ലെങ്കിൽ MU പോസിറ്റീവ് ആയിരിക്കുന്നിടത്തോളം കാലം TU എന്താണ്? TU മാക്സിമം ആണ്. മനസ്സിലായി? TU എന്താണ്? ഇൻക്രീസിംഗ് ആണ്. പക്ഷേ MU 0 ആവുമ്പോഴത്തേക്കും എന്താണ്? TU മാക്സിമം എത്തും. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ. ക്ലിയർ ആണോ? അപ്പോ MU പോസിറ്റീവ് 0 അല്ല, പോസിറ്റീവിനായിരിക്കും. ഈ പാർട്ട് മുഴുവൻ TU പോസിറ്റീവ് ആയിരിക്കും. MU 0 എത്തുമ്പോഴത്തേക്കും TU ഹയസ്റ്റ് ആവും. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ. ഇനി when MU is negative, TU begins to decrease. ശരിയല്ലേ? MU നെഗറ്റീവ് ആവുമ്പോൾ TU എന്ത് ചെയ്യും? begins to എന്താ? ഡിക്രീസ്. ക്ലിയർ? സംശയമില്ലെന്ന് വിചാരിക്കും. ഇതാണ് TU MU തമ്മിലുള്ള റിലേഷൻഷിപ്പ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ MU പോസിറ്റീവ് ആയിരിക്കുമ്പോൾ TU ഇൻക്രീസിംഗ് ആയിരിക്കും. MU 0 ആയിരിക്കുമ്പോൾ TU റീച്ചസ് മാക്സിമം ആയിരിക്കും. ദിസ് പോയിന്റ് ഈസ് കോൾഡ് സാച്ചുറേഷൻ പോയിന്റ്. ദെൻ MU നെഗറ്റീവ് ആവുമ്പോൾ TU എന്താവും? ഡിക്ലൈൻ ആകും. മനസ്സിലായെന്ന് വിചാരിക്കും. യെസ്, ക്ലിയർ ആണ് വിചാരിക്കും. സംശയം ഉണ്ട് ആർക്കെങ്കിലും? ഇനി അപ്പോ അങ്ങനെ റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TU ആൻഡ് MU നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്, ഞാൻ പറഞ്ഞു MU എപ്പോഴും നിങ്ങൾ കണ്ടു ഡിക്രീസിങ് ആയിരുന്നു അല്ലെ? MU എന്താണ്? ഡിക്രീസിങ് ആയിരുന്നു. ആദ്യ യൂണിറ്റ് കഴിച്ചപ്പോൾ എനിക്ക് 10 കിട്ടി, രണ്ടാമത്തെ യൂണിറ്റ് കഴിച്ചപ്പോൾ രണ്ടാമത്തെ മാത്രമേ എനിക്ക് 8 കിട്ടിയുള്ളൂ, മൂന്നാമത്തെ പിന്നെ 5 ആയി. അങ്ങനെ കുറഞ്ഞു. ഇങ്ങനെ കുറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും സംശയം തോന്നുന്നു, സാറേ ഞാൻ ഒരു ആപ്പിൾ കഴിച്ചു, രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കൂടി എന്ന് ഒരു പക്ഷെ നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും ചിന്തിക്കാം. പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്ത മാർജിൻ യൂട്ടിലിറ്റി, ഇങ്ങനെ കാർഡിനൽ യൂട്ടിലിറ്റി കൂടുതൽ സംഭാവന നൽകിയ ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത് മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെ തന്നെയായിരിക്കും? ഡിമിനിഷിംഗ് തന്നെയായിരിക്കും. മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെ തന്നെയായിരിക്കും? ഡിമിനിഷിംഗ് തന്നെയായിരിക്കും. മനസ്സിലായോ? ഈ തിയറിയാണ് ഏത്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ആണ്. മനസ്സിലായോ? ഈ തിയറി പറഞ്ഞത് ആൽഫ്രഡ് മാർഷലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കുക. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി പറഞ്ഞതാരാണ്? ആൽഫ്രഡ് മാർഷലാണ്. എന്താ ഈ തിയറി പറയുക? ആസ് ദ കൺസ്യൂമർ കൺസ്യൂംസ്, ഞാനൊരു കൺസ്യൂമർ ആണ്, ഞാനെന്ന കൺസ്യൂമർ കൺസ്യൂം ചെയ്തു. as the consumer consumes, എന്ത് കൺസ്യൂം ചെയ്തു? മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി, ആപ്പിൾ എന്ന കമ്മോഡിറ്റിയുടെ മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ആർ കൺസ്യൂം ചെയ്തു. 0, 1, 2, 3, 4 അങ്ങനെ കൺസ്യൂം ചെയ്തു. അപ്പോ ദ അഡീഷണൽ യൂട്ടിലിറ്റി, ഏതാ അഡീഷണൽ യൂട്ടിലിറ്റി? മാർജിനൽ യൂട്ടിലിറ്റി ഒബ്റ്റെയിൻഡ് ഫ്രം ഈച്ച് അഡീഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് കഴിച്ചപ്പോ സാറിന് 10 കിട്ടിയ അഡീഷണൽ യൂട്ടിലിറ്റി, ദെൻ രണ്ടാമത്തെ കഴിച്ചപ്പോ എനിക്ക് 8 കിട്ടിയുള്ളൂ,
മൂന്നാമത്തെ കഴിച്ചപ്പോൾ സാറിന് 5 കിട്ടിയുള്ളൂ. ഇങ്ങനെ എന്താ, ഈച്ച് അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റി വിൽ ഗോ സോ ഡിക്രീസിങ്. ഇതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി പറയുന്നത്. മനസ്സിലായോ? ഈ തിയറിക്ക് കുറച്ച് അസംഷൻസ് ഉണ്ട്. ഇപ്പൊ തിയറി മനസ്സിലായോ? മാർജിൻ എന്താണ്? അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് കൺസ്യൂം ഇങ്ങനെ കൂടുന്തോറും, കൺസംഷൻ കൂടുന്തോറും കിട്ടുന്ന യൂട്ടിലിറ്റി, അതായത് അഡീഷണൽ യൂട്ടിലിറ്റി, അതായത് മാർജിൻ യൂട്ടിലിറ്റി ഗോസ് ഓൺ ഡിക്രീസിങ്. ഈ തിയറി വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ. ഇവിടെ പറയുന്ന കുറച്ച് അസംഷൻസ് ഉണ്ട്. ഒന്ന്, ഹോമോജീനിയസ് ഗുഡ്സ്. കൺസ്യൂം ചെയ്യുന്നത് എങ്ങനത്തെ ഗുഡ്സ് ആയിരിക്കണം എന്നാ പറയുക? ഹോമോജീനിയസ് ഗുഡ്സ് ആയിരിക്കണം എന്നാ പറയുക. കൺസ്യൂം ചെയ്യുന്നത് എങ്ങനത്തെ ഗുഡ്സ് ആയിരിക്കണം? കൺസ്യൂം ചെയ്യുന്നത് എങ്ങനത്തെ ഗുഡ്സ് ആയിരിക്കണം? ഹോമോജീനിയസ് ഗുഡ്സ് എന്ന് പറയുന്നത് ആപ്പിൾ ആണെങ്കിൽ ആപ്പിളിന്റെ ഇപ്പോ സപ്പോസ് 100 ഗ്രാം വീതമുള്ള ആപ്പിൾ ആണെങ്കിൽ 100 ഗ്രാം ആയിരിക്കണം. സൈസ് 100 ഗ്രാം ആയിരിക്കണം. ഞാൻ പറഞ്ഞു ക്വാണ്ടിറ്റി 100 ഗ്രാം ആയിരിക്കണം. കളർ സെയിം ആയിരിക്കണം. ഇതൊക്കെ ഒരു അസംഷൻ ആണ്. തിയററ്റിക്കലി മാത്രം ഇത് സാധ്യതയുള്ളൂ. ആപ്ലിക്കേഷൻ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും സാധ്യമല്ല. ഹോമോജീനിയസ് ഗുഡ്സ് ആയിരിക്കണം. 2, അതർ ഫാക്ടേഴ്സ് ഹെൽഡ് കോൺസ്റ്റന്റ്. സെട്രസ് പാരിബസ് എന്ന അസംഷൻ. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ മറ്റേ അസംഷൻ എന്താണ്? അതർ ഫാക്ടേഴ്സ് ഹെൽഡ് കോൺസ്റ്റന്റ്. എന്താണ് അതർ ഫാക്ടേഴ്സ് ഹെൽഡ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ആപ്പിളിന്റെ യൂട്ടിലിറ്റിയെ മാത്രം നോക്കും, അല്ലാതെ ആപ്പിളിന്റെ ടേസ്റ്റോ ഹോമോജീനിയസ് ഓൾറെഡി പറഞ്ഞല്ലോ. എന്റെ ഇൻകമോ ക്ലൈമറ്റോ പിന്നെ കുറച്ച് മസാലയും കൂടെ ആപ്പിൾ ചേർത്താൽ എങ്ങനെ, അങ്ങനെയൊന്നുമില്ല. അതർ ഫാക്ടേഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇവിടെ 100 ഗ്രാമിന്റെ റെഡ് കളറിലുള്ള ആപ്പിൾ ആണെങ്കിൽ അത് മാത്രം, അതിന്റെ കൺസെപ്ഷൻ മാത്രം. മനസ്സിലായി? കൺസെപ്ഷന്റെ ഇൻകമോ പൈസയോ ഇൻകം വരുമാനമോ അതിന്റെ വിലയോ ഡിറ്റർമിൻ ചെയ്യുന്നില്ല. ക്ലൈമറ്റോ ഒന്നും ഡിറ്റർമിൻ ചെയ്യുന്നില്ല. ആപ്പിൾ വിശക്കുന്ന ആപ്പിൾ കഴിക്കും, ആ ഒരു ഫാക്ടർ മാത്രം. അതർ ഫാക്ടേഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. പിന്നെ കൺസ്യൂമറിന്റെ ടേസ്റ്റിനോ പ്രിഫറൻസിനോ ഒരു ചേഞ്ചും ഇല്ല. ക്ലിയർ? ആപ്പിൾ കഴിക്കുന്നു, കുറച്ച് മസാല കൂടെ ചേർത്ത് കഴിക്കാം, അങ്ങനത്തെ ടേസ്റ്റിലോ പ്രിഫറൻസിലോ ഒരു ചേഞ്ചും ഇല്ല. പിന്നെ റാഷണൽ ബിഹേവിയർ ആണ് കൺസ്യൂമർ. എല്ലാവരും ശ്രമിക്കുക മാക്സിമം കൺസെപ്ഷൻ കിട്ടാൻ വേണ്ടി ആണ് എല്ലാവരുടെയും ലക്ഷ്യം. അതാണ്. പിന്നെ യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ന്യൂമറിക്കലി. അതുകൊണ്ടാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി തിയറി ഒരു കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയാൻ കാരണം. കാരണം എന്താണ്? യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷറബിൾ ആണ്. യൂട്ടിൽസ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെഷറബിൾ ആണ്. മനസ്സിലായോ? ഇനി ഈ ലോ അപ്ലൈ ചെയ്യുന്നത് അറ്റ് എ ടൈം കൺസ്യൂം ചെയ്യുന്നത് ഒരു ഗുഡായിരിക്കും. സാറ്റിസ്ഫാക്ഷൻ ഫ്രം എ സിംഗിൾ ഗുഡ്. ആപ്പിളാണെങ്കിൽ ആപ്പിൾ മാത്രം, മസാല പോലും ചേർത്തില്ല. മനസ്സിലായോ? അസംഷൻ അസംഷൻ. നമുക്കറിയാം എല്ലാ തിയറീസും നിൽക്കണമെങ്കിൽ കുറെ അസംഷൻ. സാർ ഇങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ തിയറീസ് ഡെവലപ്പ് ചെയ്യുന്ന എക്കോണമിസ്റ്റുകൾ എന്ത് ചെയ്യും? അസംഷൻസ് വയ്ക്കും. എന്റെ തിയറി ഈ അസംഷൻസിന് ബേസ് ആയിരിക്കണം, ഇതിനപ്പുറം കഥയ്ക്ക് ചോദ്യം ഇല്ല. മനസ്സിലായോ? യെസ്. അപ്പോൾ ഹോമോജീനിയസ് ഗുഡ്, സെറ്ററസ് പാരിബസ്. സെറ്ററസ് പാരിബസ് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള അസംഷൻ ആണ് എക്കണോമിക്സിൽ, മറക്കരുത്. അതിന്റെ മീനിങ് എന്താണ്? അതർ ഫാക്ടേഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇപ്പൊ പരിഗണിക്കുന്നത് മാത്രം, ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സും റിമെയിൻസ് കോൺസ്റ്റന്റ്. അതൊന്നും പരിഗണിക്കില്ല, റിമെയിൻസ് കോൺസ്റ്റന്റ്. എങ്ങനെയായിരുന്നു അങ്ങനെ? അതർ ഫാക്ടേഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. പിന്നെ കൺസ്യൂമറിന്റെ ടേസ്റ്റിലോ പ്രിഫറൻസിലോ ചേഞ്ച് ഇല്ല. റാഷണൽ ബിഹേവിയർ ആണ് കൺസ്യൂമർ. എന്താ റാഷണൽ ബിഹേവിയർ ഉദ്ദേശിക്കുക? ഓരോ കൺസ്യൂമറും ഉദ്ദേശിക്കുക അല്ലെങ്കിൽ അവന്റെ ലക്ഷ്യം എന്തായിരിക്കണം? To maximize his satisfaction. To maximize his satisfaction. പിന്നെ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെ ന്യൂമറിക്കൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ക്വാണ്ടിഫയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് പറഞ്ഞേ? ഇത് ഒരു കാർഡിനൽ യൂട്ടിലിറ്റി ആണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ്, സാറ്റിസ്ഫാക്ഷൻ ഫ്രം എ ഒരു യൂട്ടിലിറ്റി ഫ്രം എ സിംഗിൾ ഗുഡ്. ഒരു സിംഗിൾ ഗുഡ് മാത്രമേ നമ്മളിവിടെ വരികൂ. ഇതാണ് ഈ ലോ. മനസ്സിലായോ? വിചാരിക്കും. സംശയമുണ്ടോ? ഈ ലോ നമ്മൾ നേരത്തെ അതേ എക്സാമ്പിൾ മതി. പക്ഷെ സാർ ഇപ്പൊ ഇവിടെ മറ്റൊരു ടേബിൾ കുറച്ചുകൂടി നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ടേബിളും കൂടെ പറയുന്നുണ്ട്. മറ്റൊരു ന്യൂമറിക്കൽ എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? ഒരു ആപ്പിൾ കഴിച്ചു. മനസ്സിലായോ? ഇപ്പൊ സപ്പോസ് എന്റെ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും ഒരാളുടെ കൺസംഷൻ 11 ആണെന്ന് ഇരിക്കട്ടെ. ഒന്നാമത്തെ യൂണിറ്റ് കഴിച്ചു, പുള്ളിക്കാരിക്ക് അതിൽ നിന്ന് 8 കിട്ടി. മനസ്സിലായോ? ദെൻ 10 കിട്ടി. അടുത്ത 8 ആയി. 6, 4, 2, 0, -2 അങ്ങനെ കുറഞ്ഞു. ഇപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി നമുക്കറിയാം സമ്മേഷൻ ഓഫ് സിഗ്മ MU ആണ്, അല്ലെ? സമ്മേഷൻ ഓഫ് MU ആണ്. അപ്പൊ ആദ്യം 10, then 10 + 8 18, then 10 + 8 + 6 24. നമുക്കറിയാം. സംശയമുണ്ടോ?
ക്ലിയർ ആണോ? അങ്ങനെ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടി. നിങ്ങൾക്ക് മനസ്സിലായി. യൂണിറ്റ് 5 അടുത്ത 6 എത്തിയപ്പോ ടോട്ടൽ യൂട്ടിലിറ്റി എന്തായി? ഇവിടെ നോക്കി, 6 എത്തിയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? 6 എത്തിയപ്പോഴത്തേക്കും ടോട്ടൽ യൂട്ടിലിറ്റി എന്തായി? മാക്സിമം മാക്സിമം എന്തായി? 6 എത്തിയപ്പോഴത്തേക്കും യൂട്ടിലിറ്റി എന്ത് ചെയ്തു? 30 ആയി. അപ്പോഴത്തേക്ക് MU 0 ആയി. ഈ പോയിന്റ് വിളിക്കുന്ന പേരെന്താ? നമ്മൾ നേരത്തെ പഠിച്ചു, എന്തായിരുന്നു? സാച്ചുറേഷൻ പോയിന്റ്. ക്ലിയർ ആണോ? നമ്മുടെ TU ഹയസ്റ്റ് ആണ്, MU 0 ആണ്. ശരിയാണല്ലോ? ഇതൊക്കെ നമ്മൾ TU MU തമ്മിലുള്ള റിലേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണ് വിചാരിക്കും. ഇത് തന്നെയാണ് കണ്ടോ. MU എന്താണ്? ഡിമിനിഷിംഗ് ആണ്. 10, 8, 6, 4, 2, 0 പിന്നെ നെഗറ്റീവ്. അതുകൊണ്ട് മാർജിനൽ യൂട്ടിലിറ്റി കൺസ്യൂമർ കൺസ്യൂംസ് more and more unit of a single commodity. 1, 2, 3, 4 അങ്ങനെ ഒരു സിംഗിൾ കമ്മോഡിറ്റിയുടെ കുറേ ക്വാണ്ടിറ്റി ഇങ്ങനെ കൺസ്യൂം ചെയ്യും തോറും the utility derived from additional utility derived from each unit will goes on diminishing. So this theory is called law of diminishing marginal utility theory. ക്ലിയർ ആണെന്ന് മനസ്സിലാവും വിചാരിക്കും. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? മനസ്സിലായി. ഇനി ഇത് തന്നെ സാർ എന്ത് ചെയ്തു? ഒരു ഗ്രാഫിലൂടെ, നേരത്തെ അതേപോലെ തന്നെയാണ് ഒരു ഗ്രാഫിലൂടെ സാർ ഇത് കാണിച്ചു. കണ്ടോ എന്താ ഈ തിയറി പറയുന്നത്? കണ്ടോ? TU കണ്ടോ? TU ദിസ് ഇസ് റെഡ് കളർ കർവാണ് MU കർവ് അല്ലെ? ഇതാണ് MU. ഇതാണ് ഏത് കർവ്? TU കർവ്. ഇതാണ് TU കർവ്. നിങ്ങൾക്കറിയാം MU കർവ് ഡിമിനിഷിംഗ് ആണ്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി. കൺസ്യൂമർ 1, 2, 3, 4, 5 ഇങ്ങനെ നമ്പർ ഓഫ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതോറും യൂട്ടിലിറ്റി, അഡീഷണൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. മനസ്സിലായോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ഏത്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഈ 6th പോയിന്റിലാണ് എന്താവണേ? സാച്ചുറേഷൻ പോയിന്റ്. ഇവിടെ TU ഹയസ്റ്റ് ആണ്, MU 0 ആണ്. മനസ്സിലായെന്ന് വിചാരിക്കും. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണോ? മനസ്സിലായി. നെക്സ്റ്റ് ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ. ഗ്രാഫിക് എക്സ് ആക്സിസ് നമുക്കറിയാം, യൂണിറ്റ്സ് കൺസ്യൂമർ നമ്മൾ നേരത്തെ നോക്കി. വൈ ആക്സിസ് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി ആണ്. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. 0 എത്തുന്ന പോയിന്റ്, MU 0 എത്തുന്ന പോയിന്റ് TU മാക്സിമം ആയിരിക്കും, സാച്ചുറേഷൻ പോയിന്റ് ആണ്. നമ്മൾ അങ്ങനെ വായിച്ച് പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ടോട്ടൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചത് കൺസ്യൂമറുടെ ബിഹേവിയർ ആണ്. കൺസ്യൂമറുടെ ബിഹേവിയർ എന്താ? മാക്സിമൈസ് ഹിസ് സാറ്റിസ്ഫാക്ഷൻ, യൂട്ടിലിറ്റി രണ്ടു തരത്തിൽ, കാർഡിനൽ, ഓർഡിനൽ. കാർഡിനൽ ആണ് പഠിക്കുക. കാർഡിനൽ എന്താ? ന്യൂമറിക്കലി എക്സ്പ്ലെയിൻ. ക്ലിയർ ആണോ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് തിയറി, കാർഡിനൽ യൂട്ടിലിറ്റി തിയറീസിന്റെ അസംഷൻസ് നമ്മൾ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് തിയറീസ് ഉണ്ട്. ഒന്ന് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി തിയറി, രണ്ട് ലോ ഓഫ് ഇക്യു മാർജിൻ യൂട്ടിലിറ്റി. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി തിയറി നിങ്ങൾ മനസ്സിലാക്കി. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി, മാർജിൻ യൂട്ടിലിറ്റി ഡിമിനിഷ് ആവും. അപ്പൊ TU MU തമ്മിലുള്ള റിലേഷൻ ഒക്കെ നോക്കി. MU 0 എത്തുമ്പോൾ TU മാക്സിമം ആയിരിക്കും. ദെൻ MU പോസിറ്റീവ് ആയിരിക്കുമ്പോൾ TU ഇൻക്രീസിങ് ആയിരിക്കും. MU 0 നെഗറ്റീവ് ആവുമ്പോൾ TU ഡിമിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ ഭംഗിയായിട്ട് നമ്മൾ അത് നോക്കി. അപ്പൊ MU നമ്മൾ കണ്ടു, മാർജിൻ യൂട്ടിലിറ്റി ഡിമിനിഷിംഗ് ആണ്. സോ ആൽഫ്രഡ് മാർഷൽ പറഞ്ഞ തിയറിയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി. ഇവിടുത്തെ അസംഷൻസ് ഒന്ന് ഓർത്തു വയ്ക്കുക. അത് നമ്മൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ അത് ചോദിക്കാം. പിന്നെ ഇതിന്റെ ലാസ്റ്റ് പറഞ്ഞ സാർ പറഞ്ഞ പോയിന്റ് എന്താണ്? മാർജിൻ യൂട്ടിലിറ്റി വിൽ ഗോസ് ഓൺ ഡിമിനിഷിംഗ്. ക്ലിയർ ആണോ? സംശയമുണ്ടോ? അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി പഠിക്കും. അതും ഒരു കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയാണ്. എന്നിട്ട് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റിയുടെ കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം. മനസ്സിലായോ? അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ. ഇതുവരെ ക്ലിയർ ആണോ? മാത്സുകാർക്കും സ്റ്റാറ്റുകാർക്കും നല്ല എളുപ്പമല്ലേ? ഇതുപോലെ നമ്മൾ പഠിച്ചു വരും. ക്ലിയർ ആണോ? എളുപ്പം ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, അത് ക്ലിയർ ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇത്. തിയറി പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.